ഫെഡറൽ വ്യവസ്ഥയിൽ കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാനാകില്ലെന്ന് പറയാൻ പറ്റില്ല എന്നാണ് CPIM ന്യായീകരണ സൈദ്ധാന്തികൻ എം ഗിരീഷ് പറയുന്നത്. തമിഴ്നാടും ബംഗാളും അങ്ങനെ പറയാനെങ്കിലും തയ്യാറായപ്പോൾ കേരളം പറഞ്ഞത് എതിർപ്പുണ്ടെങ്കിലും ഞങ്ങൾ NEP 2020 നടപ്പിലാക്കും എന്നാണ്. ഫെഡറലിസ്റ്റ് ആശയത്തെ തന്നെ തകർത്തുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് എന്ന കാര്യം പോലും പരിഗണിക്കാതെയാണ് കേരളം NEP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും രക്ഷിതാക്കൾക്ക് വേണ്ടി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. PM ശ്രീ പദ്ധതിയുടെ മഹത്വം ഗിരീഷിനേക്കാൾ ഭംഗിയായി വാഴ്ത്താൻ RSSന് പോലും കഴിയില്ല. പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെ അംഗീകരിച്ച NEPയിൽ RSS നൽകിയ നിർദ്ദേശങ്ങൾ മുഴുവനും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് RSSൻ്റെ വിദ്യാഭ്യാസ വിഭാഗം മേധാവി അതുൽ കോത്താരി തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. വിഷം നിറച്ച മനോഹരമായ പളുങ്കു കുപ്പിയാണ് PM ശ്രീ എന്ന കാര്യം ഗിരീഷ് തന്ത്രപൂർവ്വം മറച്ചു വെക്കുകയാണ്. NEP 2020 കേന്ദ്രമന്ത്രിസഭയിലെങ്കിലും ചർച്ച ചെയ്തിട്ടാണ് അംഗീകരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ MOU ഒപ്പിടാൻ തീരുമാനിച്ചത് മന്ത്രിസഭയോ ഇടത് ജനാധിപത്യ മുന്നണിയോ പാർട്ടി നേതൃത്വമോ പോലും അറിയാതെയാണ്. CPIയുടെ ഇടപെടലിനെ തുടർന്ന് MOU മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെൻറ് കേന്ദ്രത്തിന് കത്തയച്ചത് തന്നെ മടിച്ചുകൊണ്ടാണ്. കേന്ദ്രത്തിന് മാത്രമേ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ അധികാരമുള്ളൂ എന്ന വ്യവസ്ഥ MOUയിൽ ഉള്ള കാര്യം സംസ്ഥാനത്തിന് കൃത്യമായി അറിയാവുന്നതുമാണ്. NEP അപകടകരമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞ മന്ത്രി ശിവൻകുട്ടിക്ക് എന്താണ് PM ശ്രീയുടെ കുഴപ്പം എന്ന് മനസ്സിലായില്ല. നിറം മാറാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരം തന്നെ. PM ശ്രീയുടെ MOUയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കേരളം പണ്ടേ നടപ്പിലാക്കിയിട്ടുണ്ടത്രേ. അത് ശരിയാണ്. ലോകബാങ്ക് പദ്ധതിയായ DPPയും അതിൻ്റെ പാഠ്യപദ്ധതിയും നടപ്പിലാക്കിയവർക്ക് NEP നടപ്പിലാക്കുന്നതിൽ ഒരു മനപ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി കൊഴിഞ്ഞുപോക്ക് തടയും എന്നാണ് ഗിരീഷ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കൂട്ടമായി പറഞ്ഞുവിടുന്നതിനുള്ള ലോകബാങ്ക് പദ്ധതിയായ സ്റ്റാർസ് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് കേരളത്തിലാണ് ആദ്യമേ നടപ്പിലാക്കുന്നത്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി 6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പൈലറ്റ് പ്രോഗ്രാമായി നടപ്പിലാക്കുന്നത്. അതിലൊന്ന് കേരളമാണ്. കേരളത്തിലെ വൻകിട കോർപ്പറേറ്റഡ് ട്രസ്റ്റായ ഫൈസൽ ആൻഡ് സബാന ഫൗണ്ടേഷനാണ് നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 20 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയത്. സ്കൂളിൻ്റെ നിയന്ത്രണം ഈ ഫൗണ്ടേഷൻ്റെ കൈകളിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. 1994 DPP പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന സാമ്രാജ്യത്വ പദ്ധതിയാണെന്ന് വിമർശിച്ചവരാണ് അത് വിപ്ലവകരമായ പദ്ധതിയാണെന്ന് മാറ്റിപ്പറഞ്ഞ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. സ്വദേശ വിദേശ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തിയവരാണിപ്പോൾ വിദേശ സർവകലാശാലകളെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത്. സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷികൾ സൃഷ്ടിച്ചവർ തന്നെയാണ് സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇന്ന് വാദിക്കുന്നത്. NEP പ്രകാരം പാഠ്യപദ്ധതി കേന്ദ്രം തയ്യാറാക്കും. അതിൻ്റെ ചുവടൊപ്പിച്ച് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാൻ കഴിയൂ. കേരളത്തിൽ NEP പ്രകാരമുള്ള ഘടനാമാറ്റം സ്കൂൾ തലത്തിൽ വരാൻ പോകുന്നേയുള്ളൂ. 1ഉം 2ഉം ക്ലാസ്സുകൾ അങ്കണവാടിയുടെ ഭാഗമായി ഇപ്പോഴും മാറിക്കഴിഞ്ഞിട്ടില്ല. 4 വർഷ ഡിഗ്രി കോഴ്സുകൾ NEP പ്രകാരം വന്നതാണ്. അത് കൃത്യമായി നടപ്പിലാക്കിയിട്ടാണ് കേന്ദ്രം പറയുന്നത് അതേപടി നടപ്പിലാക്കില്ലെന്ന് ഗിരീഷ് വാചകമടിക്കുന്നത്. ഓരോ വർഷവും കുട്ടികൾക്ക് കൊഴിഞ്ഞു പോകാൻ അവസരം നൽകിയിട്ടാണ് കൊഴിഞ്ഞുപോക്ക് തടയുന്ന പദ്ധതിയാണ് കേന്ദ്രം നടപ്പിലാക്കുന്നതെന്ന് ഗിരീഷ് വാദിക്കുന്നത്. RSSന് പോലും ഇത്രയും ഭംഗിയായി കേന്ദ്ര പദ്ധതിയെ വാഴ്ത്താനാവില്ല. RSS നടത്തേണ്ട അയ്യപ്പ സംഗമവും ശിവരാത്രി ആഘോഷവും ശ്രീകൃഷ്ണ ജയന്തിയും ഒക്കെ ഇപ്പോൾ പാർട്ടിയാണ് നടത്തുന്നത്. എന്നിട്ടും പറയുന്നു ഇതൊക്കെ ഹിന്ദുത്വവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന്. ഭരണം പോയി പ്രതിപക്ഷത്തായാൽ NEPയും PM ശ്രീയും നടപ്പിലാക്കുന്നതിനെ എതിരെ സമരം ചെയ്യാനുള്ള പഴുത് നിലനിർത്തിക്കൊണ്ടുള്ള ന്യായീകരണങ്ങളാണ് ഈ വീഡിയോയിൽ ശ്രീ M ഗിരീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദി.